സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 60% ഫേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസുകളും ഉണ്ടാക്കുന്ന കണ്ടന്റുകളും ഒക്കെ. ഒരു ക്വാളിറ്റിയും വേണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി അഭിനയിക്കണമെന്നറിയില്ല, വിദ്യാഭ്യാസം വേണമെന്നില്ല, ഒന്നുമില്ല. പക്ഷേ മില്യൺസ് ഫോളോവറാണ്. വേടനെ പോലെ പെട്ടെന്ന് കയറി. അതൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ വേടനൊന്നുമില്ല. ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട്, ആഡ് ഫിലിം മേക്കറായി ഉണ്ടായിട്ട്, എന്തുകൊണ്ട് താങ്കൾ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല? സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ച് തറോ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങാം. ഈ ഷോട്ട് എടുത്തിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പോയില്ലേ. അപ്പോൾ ഞാൻ ഭീമയ്ക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ നടുറോട്ടിൽ റാമ്പൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബഡ്ജറ്റൊക്കെ തരും. എൻ്റെ അടുത്ത് ബഡ്ജറ്റിനൊന്നും ആരും ബാർഗെയിൻ ചെയ്യില്ല. ഇത്രയും വർഷം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട്, ആഡ് ഫിലിം മേക്കറായി ഉണ്ടായിട്ട്, എന്തുകൊണ്ട് താങ്കൾ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്ന് സ്വന്തമായി തോന്നുമ്പോൾ? അത് ആർട്ട് ഫിലിം മേക്കേഴ്സ് പൊതുവെ എങ്ങനെയാണ്, ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുള്ളൂ. എന്നാലും ഇത്രയും ഒരു ഹിറ്റ്, മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ പാട്ട്, ഒരു പാട്ടല്ല, ഒരുപാട് പാട്ട്, ഒരുപാട് ആഡുകൾ, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കാം ഒരു ഭീമൊക്കെ ചെയ്ത ആഡിനൊക്കെ പറയാൻ വരും വ്യൂവേഴ്സ് ഉണ്ട്. വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടാത്ത എന്തുകൊണ്ടാണ്? അല്ല, നമുക്ക് അങ്ങനെ ഒരു ഇതിന്റെ കോമ്പറ്റീഷൻ നടക്കും, അവിടെയൊക്കെ അവാർഡ് കിട്ടും. അതൊന്നും ഈ മീഡിയയിൽ അതൊന്നും വലിയ, അതുകൊണ്ടാണ് മീഡിയയിൽ ഇപ്പം ഞാൻ പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയും വേണമെന്നില്ല. ഒരു ക്വാളിറ്റിയും വേണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി അഭിനയിക്കണമെന്നറിയില്ല, വിദ്യാഭ്യാസം വേണമെന്നില്ല, ഒന്നുമില്ല. പക്ഷേ മില്യൺസ് ഫോളോവറാണ് ഇല്ലേ. അപ്പോൾ അതല്ല അതിൻ്റെ കാര്യം. അത് ചില പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴാണ് അതിന് ഒരു കാലഘട്ടം ചില പ്ലാറ്റ്ഫോം, ഇപ്പം ഒരു ഫിലിം സ്റ്റാറിനേക്കാൾ മുകളിലാണ് ചിലപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പല ഫിലിം സ്റ്റാർസിനെ മുകളിൽ. അവർക്ക് കിട്ടുന്ന ഫാൻ ബേസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പല രാജ്യത്തെ ചില ഇവൻറ്റിനൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വിളിക്കും. ഞാൻ ഓർഗനൈസ് കൊടുക്കാറുണ്ട്. ചോദിക്കണത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെയാണ്. ഇപ്പോൾ മറ്റേ ആരാണ്, ഒരു സിംഗർ ഉണ്ടല്ലോ, പെട്ടെന്ന് പേര് പറയും, ഞാനത്ര കണക്റ്റഡ് അല്ല. ഞാൻ മോളൊക്കെ പറയും നല്ല ആ പുള്ളിക്കാരൻ നല്ല പാട്ടാന്ന് പറയും. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു പരിപാടിക്ക് പുള്ളി ഇദ്ദേഹത്തെ വിളിക്കുന്ന കിട്ടുമോന്നാണ് ചോദിക്കുന്നത്. ഞാൻ സംസാരിച്ചു ഓൾറെഡി. അപ്പോൾ അത് എനിക്ക് നമ്പർ പോലും ഇല്ലായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ അറിയും പുള്ളി. അതുകൊണ്ട് എളുപ്പമായി. പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയും, എല്ലാവരും അറിയും, ഞങ്ങൾ തമ്മിൽ എല്ലാവരെയൊക്കെ അറിയും. അത്ര ഉള്ളായിരുന്നു. അല്ലാണ്ട് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഗെറ്റിംഗ് അവാർഡ്സ് ഫീൽഡുണ്ട്, എനിക്ക് ക്ലയൻ്റ് ഉണ്ട്, എനിക്ക് ഏജൻസികളുണ്ട്. അതാണ് എൻ്റെ ബേസിൽ ഉള്ള റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫീൽഡിൽ എത്രയോ പേരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഞങ്ങൾ 100 പേര് മെമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതിൽ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സിജോയ്, ജിസ്മോൻ, ഇവരൊക്കെ ജിസ്മോനൊക്കെ ഡയറക്ടറും കൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും അറിയും. അല്ലെങ്കിൽ ജിസ്മോനൊന്നും ആരും അറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിസ്മോനൊക്കെ വരുന്നതിൻ്റെ ഫീൽഡിലുള്ള ഞാൻ ഈ VK പ്രകാശും പ്രകാശ് വർമ്മയും ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഫീൽഡിലുണ്ട് ഞാൻ. പിന്നെ ഞാൻ സൗത്ത് ഇന്ത്യ മൊത്തം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തം വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഏജൻസിക്കൊക്കെ വേണ്ടി, ഉൾക്കൊക്കെ വേണ്ടി. സൗത്ത് ഇന്ത്യ മൊത്തം ഫിലിംസ് എല്ലാം നമ്മളാണ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് മീറ്റിങ്ങിന് പോലും സമയമില്ല. ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് തന്നെയാണ് മീറ്റ് ചെയ്യണം. ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നാണ് അടുത്ത ഷൂട്ടിംഗ് ഡിസ്കസ് ചെയ്യണം. കാര്യം സമയമില്ല, ആ ഒരു തിരക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലഘട്ടം. കാര്യം ഫിലിമിലായിരിക്കുന്ന സമയത്ത് ഈസി അല്ല ഫിലിം മേക്കിംഗ്. നമുക്കറിയാം, ഇവിടെ ഈ വന്ന ഡയറക്ടേഴ്സും ക്യാമറമാനൊക്കെ വർഷങ്ങൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ടേ ഈ പണി കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ. ഇപ്പോൾ ഡിജിറ്റലായപ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വിഷ്വൽ കാണാം, മറ്റത് വിഷ്വലൊന്നും കാണാൻ പറ്റില്ല. എസ്പെഷ്യലി ക്യാമറമാനെ സംബന്ധിച്ച് സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ച് തറോ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങാം. ഈ ഷോട്ട് എടുത്തിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പോയില്ലേ. അപ്പോൾ ഒരു മിസ്റ്റേക്ക് പോലും പറ്റാൻ പറ്റാത്ത ഏരിയയാണ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. മിസ്റ്റേക്ക് വന്നാൽ ഈ എൻറ്റയർ സെറ്റപ്പ് റീഡു ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ ഒരു ക്യാമറമാനെ ട്രസ്റ്റ് ചെയ്താണ് സിനിമ മൊത്തം നിൽക്കുന്നത്. കാര്യം ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പോലും പറ്റുള്ളൂ. എന്താ എടുത്തു വെച്ചിരിക്കുന്നത് പോലും കാണാൻ പറ്റില്ല. മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അത് കറക്റ്റ് ഡയറക്ടറും ക്യാമറമാനും ഒരു ഒറ്റ ടോണിലല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെർജിഡ് അല്ലെങ്കിൽ മൈൻഡ് വൈസ് ഔട്ട്പുട്ട് ഡയറക്ടർ വിചാരിച്ച് കാണാനൊന്നും പറ്റില്ല. അവസാനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഓരോ ക്യാമറാമാൻ ഓരോ ഡയറക്ടറായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് അങ്ങനെയൊക്കെ ഇരുന്നാണ്. ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ എല്ലാം ഈസിയാണ്. അതിപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ടെക്നോളജി വളരുമ്പോൾ ഒരു കുറേ കാര്യം. ഇപ്പം ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ
പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ഭാഗമാണ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഒറ്റ ലൈനുണ്ട്, ഭയങ്കര ഇമാൻ്റെ തീർത്ത് ചിരിക്കും ഇപ്പോൾ. സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് വിഷ്വൽസിന് കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻസ് വന്നത്? പഠിച്ചിട്ട് വേണം, നിങ്ങളും പഠിച്ചു വേണം. കാരണം നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്ന് കേൾക്കുക, ടച്ച് ചെയ്യുക, സെൻസസ്, കേൾക്കുക, കാണുക, പിന്നെ വായിച്ചറിയുക. അങ്ങനെയാണ് നമ്മളെ ഒരു കാര്യം, ഒരു സംഭവം നമ്മൾ അറിയണത് ഒന്നെങ്കിൽ വായിച്ചറിയണം, അല്ലെങ്കിൽ ഒരാൾ വന്ന് പറയണം, അപ്പോൾ നമ്മൾ കേൾക്കുന്നു. അതിനേക്കാൾ പവർഫുള്ളാണ് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻസും ബിലീവബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ എന്ത് കാര്യവും നമുക്ക് കണ്ടറിയണമെന്ന് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ബേസിക്കലി. അവിടെ പോകാൻ പറ്റില്ലല്ലോ, അത് കാണാൻ പറ്റില്ലല്ലോ, ഒരാൾ വന്ന് പറയുമ്പോൾ, അത് വായിക്കുമ്പോൾ ഇത് ഇവിടെ എത്തിയില്ലല്ലോ. അപ്പോൾ കണ്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതിന് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് കാഴ്ച എന്ന് പറഞ്ഞ ഇതിന് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് സീയിങ് ഈസ് ബിലീവിങ്. ഇപ്പോൾ അത് ഉൾട്ടായില്ലേ, ഞാനിപ്പോൾ എഴുതാൻ സീയിങ് ഈസ് നോട്ട് അറ്റ് ഓൾ ബിലീവിങ്. യു കാൺ ബിലീവ് എനിത്തിങ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ 60% ഫേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ന്യൂസുകളും ഉണ്ടാക്കുന്ന കണ്ടന്റുകളും ഒക്കെ. റിയൽ കണ്ടന്റുകളുടെ പുറകെ മനുഷ്യൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. അതാണിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡി നടക്കുന്നത്. ഞങ്ങൾ അഡ്വർടൈസിങ്ങിൽ ഞങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇപ്പോൾ അതാണ്. കാരണം നമ്മളിപ്പോൾ ഇതിന് AI കുറേ കണ്ടന്റ്സ് വരും, ഞങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വസനീയത കുറയും. പ്രോഡക്റ്റിന് എന്താ വേണ്ടത്? വിശ്വസനീയതയാണ്. ഒരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ വിശ്വസനീയതയാണ് ഇമ്പോർട്ടൻറ്റ്. 100 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഏത് വാങ്ങിക്കണമെന്ന് ഒരാൾ ചൂസ് ചെയ്യുമ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യണത്, ഇത് മറ്റേ ആൾ ഉപയോഗിച്ചിട്ട് ബിലീവബിലിറ്റി ഉള്ളൊരു സാധനം വാങ്ങിക്കുള്ളൂ, അല്ല വാങ്ങിക്കില്ല. 10 പൈസ കൂടുതലത് നമ്മൾ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ 1000-കണക്കിന് ആഡ് കാണുന്നുണ്ട്, പരസ്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ സെല്ലബിൾ ആയിട്ടുള്ള എല്ലാം ഇവിടെ നിന്നും സെല്ലബിൾ ആകില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻ്റർനാഷണൽ ആഡ്സ് ഉണ്ട്, ഇന്ത്യൻ ആഡ്സ് ഉണ്ട്, നാഷണൽ ലെവലിലും ഒക്കെ. ഇതിലെല്ലാത്തിൻ്റെയും പോയിന്റ് ചില പ്രോഡക്റ്റ് ചില സ്ഥലത്തെ അതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ, വർക്കൗട്ട് ആവുള്ളൂ. എല്ലായിടത്തും വർക്കൗട്ട് ആവില്ല. എസ്പെഷ്യലി ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ അന്നൊക്കെ ഞങ്ങൾ എന്ത് കാണിച്ചാലും ഹിറ്റാണ്. കാര്യം വേറെ രീതിയിൽ നമുക്ക് ആ ഫ്രീഡവും. ഇപ്പോൾ ഞാൻ ഭീമയ്ക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ നടു റോട്ടിൽ റാമ്പൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ബഡ്ജറ്റൊക്കെ തരും. എൻ്റെ അടുത്ത് ബഡ്ജറ്റിനൊന്നും ആരും ബാർഗെയിൻ ചെയ്യില്ല. വെള്ളത്തിൻ്റെ മേളിൽ റാമ്പിട്ട് അല്ലാണ്ട് VFX ഒന്നുമില്ല. കാര്യം ഐ ഡോണ്ട് ബിലീവ് ഇൻ VFX. ഒരു പരിധി വരെ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് നമ്മൾ ബാങ്കോക്കിലൊക്കെ പോയിട്ട് വെള്ളത്തിൽ ഗ്ലാസ് റാമ്പിട്ട് ഒരു വെള്ളത്തിൻ്റെ മേളിൽ കൂടി. ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഇത്രയും സമയം സംസാരിച്ചതിൽ കൂടെ വർക്ക് ചെയ്ത ആളുകളും അല്ലെങ്കിൽ കൂടെ കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകളെല്ലാം ഇപ്പം നമ്മൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളായിട്ട് മാറി. പക്ഷെ ഇവരൊക്കെ കൊണ്ടുവന്ന താങ്കളെ, നേരത്തെ ചോദിച്ച ചോദ്യമാണ്, പക്ഷെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, താങ്കളെ മാത്രം എന്തുകൊണ്ട് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു? അംഗീകാരം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഐ റിയലി എൻജോയ്. ഞാൻ പറഞ്ഞില്ലേ, ഐ നെവർ വർക്ക്ഡ്, ഐ ജസ്റ്റ് ലിവ്ഡ്. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ജീവിച്ചിട്ടേ ഉള്ളൂ. അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ. അതാ ഷോയ്ക്ക് പറയണതല്ലേ. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ട്രാക്കിൽ വന്ന് ഇങ്ങനെ വന്ന് പ്രീ പോയിന്റിൽ നിൽക്കുന്നതാണ്. അതിങ്ങനെ വന്നതാ. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ഞാൻ ജീവിച്ചിരിക്കണം. ആരും എന്തിനും എന്നെ ഫോഴ്സ് ചെയ്യുമോ ഒന്നും എന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ഓരോ ദിവസവും ജീവിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളത് ഈ ജോലി ചെയ്യണ പോലെ നമ്മളത് എൻജോയ് ചെയ്യുക. അപ്പം എന്തൊരു ജോലി എന്ന് പറയുന്നൊരു ഇത് ജീവിതം തന്നെ ഇതെല്ലാം ഇതാകുമ്പോൾ നമുക്ക് ജോലി സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര മണി വരെ വർക്ക്, കാശിന് വേണ്ടി ഒരു സാധനം ചെയ്ത്, അതാണ് നമ്മൾ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാശെന്ന് പറഞ്ഞ കാര്യം പോലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൈസ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, വരുന്നുമുണ്ട്. ഇപ്പോൾ ആകെ കോവിഡ് സമയത്ത് മാത്രമേ ഞാൻ കാശിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. കാര്യം അന്ന് വർക്കില്ലായിരുന്നു, അപ്പോൾ ചിലവുകൾ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ആദ്യത്തെ 6-5 മാസമൊന്നും എനിക്ക് പാട്ടും പാടിയിരുന്നു, ബാങ്കിൽ കാശ് കിടപ്പുണ്ടല്ലോ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞും എൻ്റെ ധാരണ ഒരു 5-6 മാസം കൊണ്ട് പ്രശ്നമൊക്കെ തീരും. അപ്പോൾ എൻജോയ് ചെയ്യാം, പുസ്തകമൊക്കെ വായിക്കാം, അങ്ങനെ തന്നെ ചോദിച്ചാൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്ന് തോന്നി. അത് 2 വർഷം 3 വർഷമൊക്കെ എടുത്തില്ലേ അതിൻ്റെ എഫക്റ്റ് മാറില്ല. അപ്പം എല്ലാവരും സഫർ ചെയ്തു, നമ്മളെല്ലാം സഫർ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫീൽഡിൽ എനിക്ക് റെക്കഗ്നേഷൻ ഉണ്ട്. ഇന്ത്യ മുഴുവൻ അറിയും എന്നെ. ഇന്ത്യയിലുള്ള മിക്കവാറും ഏജൻസികളും ആൾക്കാരും എല്ലാവരും അറിയും. ഫിലിം മേക്കേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കറിയാം. നമ്മളീ പറയുന്നത് ഇതിനിങ്ങനെ ഈ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റി കുറവല്ലേ, അതാണ് ഈ ഏരിയക്ക് ഇതൊരു ബിസിനസ്സായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ വളരെ വലിയ കോടീശ്വരന്മാരുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു
യൂസഫ് അലിയൊക്കെ വലിയ കോടീശ്വരന്മാരുണ്ട്. അവരൊന്നും ലൈം ലൈറ്റ് വന്നിട്ടില്ല. അങ്ങനെയുള്ള പബ്ലിക് അറിയുന്ന ബിസിനസ്സുകളിലും അല്ല അവർ വലിയ ഓയിൽ റിഫൈനറിയും അതും ഇതൊക്കെ നടത്തിയിട്ട് മില്യണേഴ്സ് ഉണ്ട്. അങ്ങനെ ബില്യണയർ ഒരാളാണ്. ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഉണ്ട്, 2-3 പേരുണ്ട്. ഇപ്പം ദുബായിലൊക്കെ പൈസ ഉണ്ടാക്കി ഭയങ്കര പൈസ ആക്കി കഴിയുമ്പോൾ സിനിമയോട് താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അഭിനയിക്കാനൊക്കെ ആയിരിക്കും അവരുടെ പണ്ടത്തെ താല്പര്യം. സിനിമയോടുള്ള പ്രണയമാണ്, ഇഷ്ടം. അപ്പം ഒരു പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും സിനിമയിലേക്ക് വരാനും 4 പേര് അറിയപ്പെടാനും ഒക്കെ കാരണം ഇപ്പോൾ സിനിമ തിയേറ്റർ ഉണ്ടെങ്കിൽ പോലും ആ നാട്ടിലെല്ലാവരും അറിയും, ഇല്ലേ? അപ്പം അത് ആ മേഖല അല്ലാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ സിനിമ വരുമ്പം ഇപ്പം ഞാൻ ഈ വി കെ പ്രകാശിന് ഇത് പടം കണ്ടിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദിവസം ഉണ്ടാക്കിയ ലെഗസിക്ക് മേളിയിലാണ് നിങ്ങളെന്ന് പറഞ്ഞു. ഒറ്റപ്പടം കൊണ്ട് എനിക്ക് താങ്ക്സും പറഞ്ഞ് മെസ്സേജ് അയച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ കറക്റ്റാണ്. കാര്യം പുള്ളി ആക്ച്വലി മേക്കർ എന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം പുള്ളി എവിടെയാണ് നിൽക്കുന്നത്. ആ ലെഗസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിലാണ് ഒറ്റപ്പടം കൊണ്ട് പുള്ളി എത്തുന്നത്. അപ്പോൾ സിനിമയുടെ പവർ അതാണ്. സിനിമയ്ക്ക് മാത്രമേ ആ പവർ ഉള്ളൂ, മറ്റൊന്നിനുമില്ല. ഇപ്പം നമ്മുടെ ലിറ്ററേച്ചർ എഴുത്തുകാർ ഇഷ്ടം പോലെ പേരുണ്ട്. അവർ ടൈം എടുത്താണ് വേറെ ലെവലിലേക്ക് എത്തുന്നത്. നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച് അപ്പോഴും എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. വായിക്കുന്നവരറിയും, എല്ലാവരും അറിയില്ല. സിനിമക്ക് അതല്ല, അതാണ് വിഷ്വൽ എന്ന് പറഞ്ഞതിൻ്റെ പവർ. വിഷ്വലിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് കയറുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയായി മാറും. പിന്നെയുള്ളത് പാട്ടാണ്, മ്യൂസിക് ഫീൽഡിൽ. ഇപ്പം ഈ ലൈവ് ഷോസൊക്കെ വേടനെ പോലൊക്കെ പെട്ടെന്ന് കയറി. അതൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ വേടനൊന്നുമില്ല. സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് വേടനൊക്കെ പെട്ടെന്ന് കിട്ടുക. അല്ലെങ്കിൽ വേടനൊക്കെ ആരും അറിയില്ല. സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ, സിനിമ നടന്മാരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ്, ഇതുപോലുള്ള സിംഗേഴ്സ്, ടാലൻ്റ് ആയിട്ടുള്ള ആർക്കും നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന്. ആ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് പലരും സ്റ്റാറുകളായിക്കൊണ്ടിരിക്കുന്നത്.